MLAയും ഗവൺമെന്റ് ചീഫ് വിപ്പുമായിരിക്കുന്ന പ്രിയപ്പെട്ട ജോർജ് സാറെ, ബഹുമാനപ്പെട്ട ജലാലച്ച പ്രൊഫസറമ്മേ, ഈ ഹൗസിന്റെ ബഹുമാനപ്പെട്ട സുപ്പീരിയർ, പ്രിയപ്പെട്ട വികാരിച്ച, ബഹുമാനപ്പെട്ട ശ്രീ VM ജോസഫ്, ശ്രീമതി ജെസ്സി ജോസ്, പ്രിയപ്പെട്ട മറ്റ് വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ദീർഘമായ ഒരു സംഭാഷണത്തിന് മുതിരുന്നില്ല. ഈ കൂടിവരവിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം ബഹുമാനപ്പെട്ട സിസ്റ്റർ ഉഷസും സിസ്റ്റർ വത്സലിയും ഇവിടെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. അതെല്ലാം നമ്മളുടെ മനസ്സിൽ നിറഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഈ നിമിഷങ്ങളിൽ ആയിരിക്കുന്നത്. ഞാൻ ഒന്ന് രണ്ട് കുഞ്ഞ് സംഭവങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു അമേരിക്കൻ ഗ്രന്ഥകാരൻ്റെ പുസ്തകത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഒരു പോയറ്റ്, കവിത എഴുതുന്ന വ്യക്തി യാത്ര പോവുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് നടന്നു ചെന്നപ്പോൾ ഒരു കൂട്ടം പണിക്കാരുടെ 3 കല്ലാശാരിമാര് ഇരുന്ന് പണിയുന്ന ഒരു പുര അദ്ദേഹം കണ്ടു. കുറച്ച് അകലങ്ങളിലായിട്ട് 3 പേരിരിക്കുകയാണ്. 3 പേരും കല്ല് മുറിക്കുകയും കല്ലിൽ പണിയുകയുമാണ്. ഒന്നാമത്തെ ആളിനോട് ഈ പോയറ്റ് കവി ചോദിച്ചു, താങ്കൾ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം ചിന്തകനാണ്, എഴുത്തുകാരനാണ്, കൂടുതൽ ആശയങ്ങൾ കിട്ടാൻ വേണ്ടി ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കല്ല് മുറിക്കുകയാണ്. അതാണല്ലോ അദ്ദേഹം ചെയ്യുന്നത്, ഞാൻ കല്ല് മുറിക്കുകയാണ്. തൊട്ടപ്പുറത്ത് കുറച്ച് മാറിയിരിക്കുന്ന വ്യക്തിയോട് ഇതേ ചോദ്യം ആ കവി ചോദിച്ചു, താങ്കൾ എന്ത് ചെയ്യുന്നു? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വലിയ കെട്ടിടം പണിയുന്നതിൻ്റെ തൂണ് നിർമ്മിക്കുകയാണ്. അദ്ദേഹം കല്ല് മുറിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കോളം, ഒരു തൂണ് പണിയുകയാണ്. അവസാനം മൂലക്കിരുന്ന 3ാമത്തെ ആളിനോടും ഈ കവി ചോദിച്ചു, താങ്കൾ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ദേവാലയം പണിയുകയാണ്. അതായത് ഒരു പള്ളി പണിയാൻ വേണ്ടി പള്ളിയുടെ അച്ഛൻ ഏൽപ്പിച്ചിരിക്കുന്ന 3 കല്ലാശാരിമാരാണ് ഇവര്. ഞാനിത് പറഞ്ഞത് അവരുടെ 3 പേരുടെയും വീക്ഷണങ്ങളുടെ വ്യത്യാസമാണ്. ഒരേ പണി ഒരേ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന 3 കല്ലാശാരിമാര് പറയുന്നത്. ഒരാൾ പറഞ്ഞു, ഞാൻ കല്ല് മുറിക്കുന്നു. വേറൊരാൾ പറഞ്ഞു, ഞാനൊരു തൂണ് പണിയുന്നു. അവസാനത്തെ ആൾ പറഞ്ഞു, ഞാനൊരു പള്ളി പണിയുകയാണ്. അതാണല്ലോ പൂർണ്ണമായ ഉത്തരം. ഇന്ന് ഈ സിസ്റ്റേഴ്സിനോട്, നമ്മുടെ അപ്പസ്തോല രാജ്ഞി സന്യാസിനികളോട്, നിങ്ങളിവിടെ എന്താണ് കാവാലിയിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് അവർക്ക് പറയാൻ പറ്റും, ഞങ്ങൾ സുവിശേഷം ജീവിക്കുകയാണ്, ഞങ്ങൾ ഇവിടെ പള്ളി പണിയുകയാണ്. സുവിശേഷത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണെന്ന് ഞങ്ങൾ ജീവിക്കുന്നു. അങ്ങനെ ഞങ്ങൾ യഥാർത്ഥത്തിലുള്ള ദേവാലയം പണിയുന്നു എന്ന് ഈ സമർപ്പിതർക്ക് നല്ലതുപോലെ പറയാൻ സാധിക്കും. അതിൽ ചെറുതായിട്ട് അവർക്ക് പറയാൻ പറ്റില്ല. അവർക്ക് വേണേൽ പറയാം, ഞാനൊരു കൊച്ചിനെ നോക്കുകയാണ്, അല്ല നല്ല സുഖമില്ലാത്ത ഒരു കുട്ടിയെ ഞാൻ പഠിപ്പിക്കുകയാണ്. ഈ മറ്റ് കല്ലാശാരിമാര് പറഞ്ഞതുപോലെ അങ്ങനെയല്ല. ഇവര് സുവിശേഷം ജീവിക്കുന്നു, സഭയെ പണിതുയർത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണിത്. ഇത് വിലപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. നമ്മളുടെ വീടുകളിൽ മാതാപിതാക്കൾക്ക് തിരക്ക് കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഡേ കെയർ സെന്റർ, ഇത് ഒരു കെയറിംഗ് ചർച്ചാണ്. ഒരു ഡേ കെയർ സെന്റർ എന്ന് പറയുമ്പോൾ അതൊരു സമർപ്പിതര് ഒരു ദേവാലയ അങ്കണത്തിൽ നടത്തുമ്പോൾ അത് കെയറിംഗ് ചർച്ച് തന്നെയാണ്. ഏറ്റവും ശ്രദ്ധയോടെ ആയിരിക്കുന്ന സഭയാണ്. അതാണല്ലോ കെയറിംഗ് ചർച്ച്. മറ്റുള്ളവർക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കി ഇരുന്ന് അത് ചെയ്യുന്ന സഭ, അതിനെയാണ് കെയറിംഗ് ചർച്ച് എന്ന് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ ഈ കവാലിയിൽ, ഈ ഇടവകയിൽ ഒരു കെയറിംഗ് ചർച്ചായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരാണ് നമ്മളുടെ ഈ സമർപ്പിതര്. അതിന് നമ്മുടെ പ്രിയപ്പെട്ട പിയാരീശന്റെ വിജിലൻസ് ഉണ്ട്, അന്വേഷണമുണ്ട്.
അങ്ങനെ ആ രണ്ട് കാര്യസ്ഥർ ഒന്നിച്ച് ഇവിടെ ചേരുമ്പോഴാണ് നമ്മളുടെ കുട്ടികൾക്ക് മാതാപിതാക്കൾ കൊടുക്കുന്ന അതേ സ്നേഹം, വീട്ടിൽ കിട്ടുന്ന അതേ സംരക്ഷണം, ഒരുപക്ഷെ അവർ ഒന്നിച്ചായിരിക്കുമ്പോൾ അവർക്ക് അതിൽ കൂടുതലുള്ള മാനസികമായിട്ടുള്ള സംതൃപ്തി, വൈകാരികമായിട്ടുള്ള പക്വത പ്രാപിക്കുന്ന ഒക്കെ ഇതിൻ്റെ അടയാളമാണ്. ഞാനീ പറഞ്ഞത് നമ്മളിത് ഈ സമർപ്പിതർ വളരെ വിവേകപൂർവം എടുത്ത ഒരു തീരുമാനമാണ്. അവർക്ക് വേണമെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെയൊരു കാര്യം ഇവിടെ വളരെ വിഷമം പിടിച്ച ഒരു ശുശ്രൂഷ, പക്ഷേ അത് സുവിശേഷത്തിൻ്റെ ശുശ്രൂഷയാണെന്ന് അവർക്കറിയാം. സഭയുടെ കാതൽ ഇതിനകത്തുണ്ട് എന്ന് അവർക്കറിയാം. വെട്ടിക്കാനിസ്മരണ ദിവസം വിളിച്ചു കൂട്ടിയ ജോൺ മാർപ്പാപ്പ കൗൺസിലിൻ്റെ 50ാം വാർഷികത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മാർപ്പാപ്പ പറഞ്ഞു, ഞാൻ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ കൗൺസിൽ വിളിക്കുന്നത്. ഒന്ന്, ഈ സഭയുടെ വളരെ അടഞ്ഞ വാതിലൊക്കെ ഒന്ന് തുറക്കണം. ഓരോ സ്ഥലത്ത്, ഓരോ രാജ്യത്ത്, ഓരോ തരത്തിൽ ചിലപ്പോൾ വളരെ ആർക്കും പ്രവേശിക്കാൻ പറ്റാത്ത ഇതുപോലെ തോന്നുന്ന സംവിധാനം. സഭയുടെ അടഞ്ഞ വാതിലൊന്ന് തുറക്കണം. രണ്ടാമത് മാർപ്പാപ്പ പറഞ്ഞു, ഈ വാതിൽ തുറന്ന് നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി പൊടിപടലങ്ങളൊക്കെ കാണും സഭയ്ക്കുള്ളിൽ, നമ്മളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ. ആ പൊടിപടലങ്ങളൊക്കെ ഒന്ന് തുടച്ചു മാറ്റണം. മൂന്നാമത്തേത് മാർപ്പാപ്പ പറഞ്ഞു, ഈ വാതിൽ തുറന്നിടുമ്പോൾ പുറത്തുള്ള ശുദ്ധവായു അകത്തേക്ക് നല്ലതുപോലെ അടിക്കും. അപ്പോൾ അകത്ത് അടഞ്ഞ വാതിലിലുള്ള അശുദ്ധമായ വായു, പൊടിയെല്ലാം പുറത്തു പോകും. ഇങ്ങനെ 3 കാര്യങ്ങളാണ് പ്രതീകാത്മകമായിട്ട് 23ാം ജോൺ മാർപ്പാപ്പ പറഞ്ഞത്. അടഞ്ഞ വാതിൽ തുറക്കുക, പൊടിപടലങ്ങൾ അടിച്ച് മാറ്റുക, ശുദ്ധവായു കയറി ഇറങ്ങി പോകാൻ അനുവദിക്കുക. നമ്മുടെ ഈ ഇടവക, ഈ സമർപ്പിതര് മാർപ്പാപ്പ പറഞ്ഞ ഈ ദൗത്യമാണ് ഇവിടെ ചെയ്തത്. വളരെ വിവേകപൂർവം എന്താണ് സമർപ്പിത ജീവിതം എന്ന ശരിക്ക് തിരിച്ചറിഞ്ഞ ഒരു പറ്റം സന്യാസിനികളാണ് ഇവര്. അതുകൊണ്ടാണ് ഇതിലൂടെ ദൈവമഹത്വം അവർക്കും ഈ കുഞ്ഞുങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കും നമുക്കും നമ്മുടെ രൂപതയ്ക്കും എല്ലാം കിട്ടുമെന്ന് വിവേകപൂർവ്വം അവർ ചിന്തിച്ചു. അവർ പല പ്രാവശ്യം രൂപതാ കേന്ദ്രത്തിൽ വരികയും ആലോചിക്കുകയും എല്ലാം ചെയ്തു. വളരെ നല്ലതുപോലെ പഠിച്ച് ഒരുങ്ങി അവർ വന്ന അവസരത്തിലെല്ലാം ബഹുമാനപ്പെട്ട വിഴിഞ്ഞാലച്ഛൻ്റെ നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുത്തു. അച്ഛനാണ് നമ്മുടെ രൂപതയിലെ സമർപ്പിതരുടെ എല്ലാവരുടെയും പൊതുവായ ഉത്തരവാദിത്വം വഹിക്കുന്നയാൾ. അങ്ങനെ ആ ഒരു സംഭാഷണത്തിൽ ഇവിടെ പ്രൊഫസർ പറഞ്ഞതുപോലെ വിയാരീഷൻ്റെ വളരെ കാര്യപ്രാപ്തിയോടുകൂടിയ നേതൃത്വവും ഉണ്ടായിരുന്നു. ഞാനൊരു കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരിക്കൽ ഒരു ശില്പി, വളരെ വൈദഗ്ധ്യമുള്ള ശില്പി, അദ്ദേഹത്തിൻ്റെ മരണസമയം അടുത്തു. അദ്ദേഹത്തെ കൊല്ലാനായിട്ട് മരണം അദ്ദേഹത്തെ സന്ദർശിക്കുന്ന ഒരു കാര്യം പ്രസിദ്ധനായ ഖലീൽ ജിബ്രാൻ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ശില്പി മനസ്സിൽ പറഞ്ഞു, ഞാനിപ്പോൾ മരിക്കാൻ തയ്യാറല്ല, എനിക്ക് ഇനിയും കുറേ നാൾ ജീവിക്കണം. മരണം വരുമ്പോൾ ആ മരണത്തെ പരാജയപ്പെടുത്താൻ ഞാൻ എന്നെപ്പോലെയുള്ള 12 ശില്പങ്ങൾ ഞാൻ തന്നെ ഉണ്ടാക്കി നിരത്തി വെച്ച് ഞാനതിൻ്റെ നടുവിൽ കയറിയിരിക്കും. അപ്പം മരണത്തിന് യഥാർത്ഥ ശില്പി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അദ്ദേഹം വളരെ വിഖ്യാതനായ ശില്പിയാണ്. അദ്ദേഹം വളരെ വേഗത്തിൽ 12 ശില്പങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു ഉണ്ടാക്കി അതിൻ്റെ നടുക്ക് അയാൾ കയറി നിന്നു. മരണം വന്ന് നോക്കിയിട്ട് ഈ ശില്പിയെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെ പരാജയപ്പെട്ട് മരണം ഈ ശില്പികളുടെ ഭാഗത്തു നിന്ന് വഴിമാറി പോകാറായപ്പോൾ മരണം പറയുകയാണ്, ഇപ്പോൾ ഞാൻ പരാജയപ്പെട്ടു, പക്ഷേ ഞാൻ ഉടനെ മടങ്ങി വരും. എന്തെങ്കിലും കുറവ് ഈ യഥാർത്ഥ ശില്പിക്ക് കാണാം. നമ്മളൊരു പൂ നോക്കുകയാണെങ്കിൽ ഈ ജീവനില്ലാത്ത പുഷ്പങ്ങൾ മേടിച്ചു വെച്ചാൽ പെർഫെക്റ്റാണ്. ജീവനുള്ള നാച്ചുറൽ ഫ്ലവേഴ്സിന് അത്രയും പെർഫെക്ഷൻ ഇല്ല. അപ്പൊ ഈ മരണം പറഞ്ഞ് എന്തെങ്കിലും കുറവ് ഈ യഥാർത്ഥ ശില്പിക്കുണ്ട്, അത് ഞാൻ കണ്ടുപിടിക്കും ഉടനെ എന്ന് പറഞ്ഞപ്പോൾ വിജയിച്ച മട്ടില് ഈ യഥാർത്ഥ ശില്പി പറഞ്ഞു, നീ ഒന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല, ഒരു കുറവുമില്ല എന്ന്. അയാള്
ഓട്ടോമാറ്റിക്കായിട്ട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ മരണം ആ നിമിഷത്തിൽ അയാളെ തിരിച്ചറിഞ്ഞു. അവിടെ ആ ശില്പി മരിക്കുകയാണ്. ഞാനത് പറഞ്ഞത് ഒരു വലിയ കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഒരു നിമിഷത്തിൽ നമുക്ക് പറ്റുന്ന ഒരു അവിവേകം, നീ ഒന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്ന് അയാൾ ഓട്ടോമാറ്റിക്കായിട്ട് വിളിച്ചു പറഞ്ഞു. അവിടെ അയാൾ മരിച്ചു വീഴുകയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുപിടി കാര്യങ്ങൾ സഭയിലും സമൂഹത്തിലും രാഷ്ട്രീയ രംഗത്തും എല്ലാം ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് ഏറ്റവും ആവശ്യം ഈ തരത്തിലുള്ള വിവേകമാണ്. ഈ സന്യാസിനിമാര് ആ വിവേകമെന്ന പുണ്യം അവരുടെ കരിഷ്മ ആയിട്ട് കണ്ടെത്തി അതിനോട് ചേർത്തു. അങ്ങനെ അവരുടെ ഈ അപ്പസ്തോല രാജ്ഞി സമൂഹത്തെ ഉള്ളിൽ നിന്ന് നിർവചിക്കുന്ന ഒരു സുവിശേഷ ശുശ്രൂഷയായിട്ടാണ് അവരിപ്പോൾ ഈ 22 കുഞ്ഞുങ്ങളെ നോക്കുന്നത്. അവരെ തന്നെ നിർവചിക്കുകയാണ്. അവരുടെ ഉള്ളിൽ നിന്ന് സുവിശേഷം എന്താണെന്ന് നിർവചിക്കുകയാണ്. അങ്ങനെയുള്ള വിലപ്പെട്ട ശുശ്രൂഷ ചെയ്യാനായിട്ട് ഇവർക്ക് ആ വിവേകവും ആ തിരിച്ചറിവും ദൈവം കൊടുത്തത് ഭാഗ്യമായിട്ട് ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അവരുടെ പ്രിൻസിലമ്മയും ഈ ഹൗസിൻ്റെ സുപ്പീരിയറിനെയും ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. നമ്മളുടെ ഈ മനോഹരമായ ഈ ദിവസം സമ്പന്നമാക്കാൻ നമ്മുടെ ഗവൺമെൻറ് ചീഫ് വിപ്പ് നമ്മോട് കൂടിയുണ്ട്. അദ്ദേഹം നമ്മളോട് സംസാരിക്കും. അദ്ദേഹം ഈ ഇതുപോലുള്ള മാനുഷികമായിട്ടുള്ള ഒരുപാട് പുണ്യങ്ങൾ കൊണ്ടു നടക്കുന്ന ആളാണ്. ഒരു മനുഷ്യൻ്റെ ആവശ്യങ്ങളുടെ നേർക്ക് വളരെ തുറന്ന ഒരു മനസ്സുള്ള ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ രാഷ്ട്രീയ രംഗത്തുമൊക്കെ പോരായ്മകൾ കാണുമ്പോൾ അതിനെല്ലാം കയറിപ്പിടിച്ച് വിശദാംശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട അദ്ദേഹം വളരെ തിരക്കുള്ള നാളുകളിലാണെങ്കിലും ഇവിടെ വന്ന് നമ്മളോടുകൂടെ നമ്മളുടെ കുട്ടികളോടുകൂടെ ആയിരിക്കാൻ കാണിക്കുന്ന സന്തോഷത്തെ ഞാൻ അഭിമാനത്തോടെ ഓർക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ എല്ലാവരെയും വിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് സമർപ്പിച്ച് ഈ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു.